എറണാകുളം എടപ്പള്ളിയിൽ നിന്നും കാണാതായ 13 വയസ്സുകാരനെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തി. പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെ ചൊവ്വാഴ്ച രാവിലെ മുതലാണ് കാണാതായത്. എറണാകുളം എടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13 വയസ്സുകാരനെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തി. പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെ ചൊവ്വാഴ്ച രാവിലെ മുതലാണ് കാണാതായത്. ഉച്ചയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് കുട്ടി തൊടുപുഴയിൽ ഉള്ളതായി മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചത്. തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് വിവരം അറിയിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് ഇവനെ ഞാൻ 8:50 അല്ലമീർ സ്കൂളിൽ റീടെസ്റ്റിന് വേണ്ടി കൊണ്ടാക്കുന്നത്. അപ്പോൾ മഴയായത് കാരണം പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ഇവൻ നന്നായിട്ട് എഴുതിയിരിക്കണ കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വാങ്ങിയിട്ട് ഇവനെ വിടുകയും. അപ്പോൾ ഇവനെ 9:30 മണിക്ക് മുമ്പ് അവിടെ നിന്ന് പുറത്തുപോയി. അപ്പോൾ 1 മണി വരെയായും കാണാത്തത് കാരണം ഒരു 2 മണിയായപ്പോൾ ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ 10 മണിക്ക് മുമ്പ് തന്നെ പോയെന്നുള്ള വിവരം അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ച് വേഗം സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ഏത് ടീച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണമെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ടീച്ചറിനെ കൊണ്ട് ഞങ്ങൾ എളമക്കര സ്റ്റേഷനിൽ പോയി പരാതി തരും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി. ഇന്നലെ CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തി. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറെ ആളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനിത് ഇങ്ങനെയുള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. തുടർന്ന് പോലീസെത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.